വന്ന് ചോദിക്കുക ബാസി സാറിന് ആയിരിക്കും ഇഷ്ടമാണെന്ന് ചോദിച്ചു. ആ ഒരു കൊച്ചു വന്നിട്ട് പേര് ഓർക്കുന്നില്ല. ബാസി സാറിനെ കണ്ടു, പുള്ളിക്കാരി കണ്ട് ബാസി സാറിന് സംസാരിക്കുന്ന കണ്ടു. ഞാൻ കുറച്ച് മാറിയെന്ന് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ട് ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് ബാസി സാറും ആ കൊച്ചും കൂടി ഇരുന്ന് സംസാരിക്കും. ഇന്ന് ഞാൻ ചോദിച്ചു ആ കൊച്ചു എന്നോട് ആ വേണം. എന്നിട്ടാ അടുത്ത ദിവസം ഒരു ഔട്ടിങ്ങിനായിട്ട് പോകുന്നുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. മേഡം സത്യമായിട്ടും മേഡം അടുത്ത ദിവസം ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, എന്നെയും വിളിച്ചിട്ടുണ്ട് അവരുടെ വണ്ടി ഓടിക്കാനായിട്ട്. എന്ത് പറയാനറിയോ? മേഡം വരുന്ന കഴിഞ്ഞാൽ ബാസി സാർ എന്ത് പറയാൻ എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ ബാസി സാർ അറിയാതെ നമുക്ക് നോക്കാം. നേരത്തെ കയറ്റാൻ വണ്ടിയിൽ എന്താ പറയുന്നത്? എന്നുവെച്ചാ ബാസി സാർ എന്നോട് മെയിൻ കാര്യം പറഞ്ഞ എന്നാലും ശരിയാവുന്നില്ല. മേഡം ഞാൻ ശ്രമിക്കാം. മേഡം നമുക്ക് നോക്കാം. ബാസി സാറും മേഡമൊക്കെ ഉള്ള സമയത്ത് കൊച്ചു ഉള്ളപ്പോ എപ്പോഴാന്ന് വെച്ചാൽ ഔട്ടിങ് ഉള്ളതെന്നാ പറഞ്ഞേ. എന്നുവെച്ചാൽ പുള്ളിയും ഉള്ള അവർ രണ്ടും കൂടെ ഉള്ള നമുക്ക് ഔട്ടിങ് ഉള്ളതെന്നാ പറഞ്ഞേ. അപ്പോ മേളയ്ക്ക് വന്നേ എനിക്ക് മേളത്തിനോട് ഒറ്റയ്ക്കാ പറയണ്ടേ കേട്ടോ. കേറ് ഓക്കെ. മേഡം ഇത് വേറെ ആരോടും പറയാന്ന് പറഞ്ഞ. പിന്നെ മേഡത്തിന് ബാസി സാറിന് ഇഷ്ടമാ, ബാസി സാറിന് മേഡത്തെ ഇഷ്ടം. അതുകൊണ്ട് ബാസി സാർ എന്ത് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. മേഡം സത്യം പറഞ്ഞ ബാസി സാർ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. ആ കൊച്ചു ഇങ്ങോട്ടൊരു പ്രപ്പോസലുമായിട്ട് വന്നേക്കുന്നത് മനസ്സിലായ? ആ കൊച്ച് പോട്ടെ, മേഡത്തിന് ഇഷ്ടമല്ല പോട്ടെ. ബാസി സാറിന് ഇഷ്ടമാണ് മേഡത്തിന്. അതുകൊണ്ടാ ബാസി സാറ് ഒന്നും പറഞ്ഞിട്ടില്ല കൊച്ചിനോട്. എന്നോട് പറഞ്ഞ് ആ കൊച്ചിനെ വിളിച്ച് നമുക്ക് ചെറിയ പോവാം, ഇവിടെ മാറാം എന്ന് വെച്ചാ മേഡം ആ ബാസി സാറിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടും എന്നൊന്നും സാറിന് അറിയത്തില്ല. ആ ഒരു ഇതില്ല സാറ് നൈസിന് ആ കൊച്ചിനെ കൊണ്ട് മാറാന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഔട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്ത് വെളിയിറങ്ങി പോയി സംസാരിച്ച് കൊച്ചിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടാന്ന് പറഞ്ഞിരിക്കുക. നീ സാറിന്റെ മനസ്സിൽ എന്തുവാന്ന് അറിയത്തില്ല. സാറിന് ഇപ്പൊ സിംഗിൾ ആയിട്ട് നിന്നാ പോരാലോ. സാറിന്റെ ആങ്ങളമാരെല്ലാം ചേട്ടന്മാരെല്ലാം കാരണം എന്താ പറയാ കയർ പൊട്ടിക്കുക, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അതാ സാറ് ഇങ്ങനെ നാക്കൊന്ന് കുരുങ്ങിയത്. അപ്പൊ മേഡം ആ കൊച്ചു നീ വന്നതിന് ശേഷം എന്തെങ്കിലും പറയണം, എന്തെങ്കിലും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ സാറിനെ കുറിച്ച്. ഉള്ളത് പറയണോ ഇല്ലാത്ത പറയണോ? മേഡം പറയുന്നതല്ല, എന്റെ ചേച്ചിയുടെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് മേഡത്തിന്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ മേഡവും ബാസി സാറും തമ്മിലുള്ള വിവാഹം കണ്ടിട്ടുള്ളൂ, മനസ്സിൽ കണ്ടുവച്ചേക്കുന്നത്. അത് ഒന്നുമില്ല. മേഡം തന്നെ കഴിഞ്ഞ രാത്രി ഒന്ന് ഓർമ്മിപ്പിക്കില്ല. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ കാര്യം ഒന്നും മറന്നാ നിങ്ങള്? ബാസി സാർ ഇല്ലാതെ പോയി. അല്ലെ ഞാൻ വെട്ടും രണ്ടോളം വെള്ളം അടിച്ചിട്ട് പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് ഇമാതിരി
വരാവേ. മേഡം ഇന്നും പോയി ഒരു PT. അല്ലാതെ ഹലോ ഓക്കെ. അപ്പൊ നമുക്ക് നടത്താന്നാണോ ഞാൻ പറയുന്നേ? അപ്പൊ ഡിവോഴ്സ് വേണ്ടേ നിങ്ങൾക്ക്? ഡിവോഴ്സ് വേണ്ടേ? ഡിവോഴ്സ് ഇല്ലാതെ ഇത് രണ്ടാമത് കല്യാണം കഴിക്കുന്ന മാസത്താല് കെട്ടിയില്ല. പക്ഷെ നിങ്ങൾ അവിടെ കൊണ്ട് ഒപ്പിട്ട് ഞാനും പാപ്പയും കൂടെ വന്ന് ഒപ്പിട്ട് അവിടെ വന്ന് അറിയത്തില്ല. കുരുങ്ങുന്ന ഞാനും പാപ്പനും കൂടെ ആയിരിക്കും. നോക്കിക്കോ. അതുകൊണ്ടാ ഞാൻ നിൽക്കുന്നേ. മേഡം ബാസിത സത്യമാണെന്നും ബോധമില്ലായിരുന്നു. ബാസിതാനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം ആണെന്ന് പറയാവോ? ഒരു കാര്യമില്ല. നമ്മള് മേഡം സത്യം പറഞ്ഞ എന്റെ പാപ്പന്റെ പോക്കറ്റ് കയറി. മേഡം ബാസാറും കൂടെ അന്ന് രാത്രി വെള്ളം അടിച്ചിട്ട് കാർ എടുത്തുകൊണ്ട് പോയപ്പോ എന്തോരം കടയില വന്ന് വണ്ടി കയറി കയറ്റിയത്. എന്നാലും പോസ്റ്റ് കൊണ്ട് നശിപ്പിച്ചു. എല്ലാം ഞങ്ങളെ പോക്കറ്റിൽ നിന്നാ പോയി. അറിയാവോ? ഇപ്പൊ മേഡത്തിന് ബാസിതാനെ ഇഷ്ടമല്ല. മേഡം ആ പുള്ളിക്കാരൻ ബാസാർ എന്തോരം കുഴപ്പമില്ല. എന്നാ വിട്ടെ ആവശ്യം വിട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാം നടത്താം അല്ലേ പറയുന്നേ? അവസാനമായിട്ട് ചോദിക്കുക നടത്താന്നാണത്? ബാബുവ മേഡം ചാടിയാണ് ഓടാവും. ഓക്കെ. ഒരു സിറ്റിയിൽ ഒരു പെണ്ണ് വന്ന ഇത് ആ സംഭവം ഞങ്ങളെ തെട്ടാനാണോ അതുകൊണ്ട്? കൊല്ലല്ലേ. എന്തോ വേണ്ടി? ഇതിനെന്തോ വേണ്ടി? ആര്? ബാസാറിങ്ങന്നേ. ഇങ്ങോട്ട് ഓടുക. കാര്യം പറ. ആരും ഇല്ലാത്തത്ര പോവാ. മൈ കോപ്പി
നൈസിന് ഞാൻ അലീന മേഡത്തിനോട് പറഞ്ഞു ബസ്സാറിന് വേറെ ആലോചന വന്നു, മേഡം നമുക്കിത് മുടക്കിയാലോ എന്ന് ചോദിച്ചു. നമുക്ക് നടത്തി കൊടുക്കാന്ന്. ഞാനല്ല പറഞ്ഞ മലയാളോ എനിക്ക് പോവല്ലേ. ഞാൻ പറഞ്ഞു മേഡം കഴിഞ്ഞ സാറേ ഞാൻ പറഞ്ഞു മേഡം നമുക്ക് സാറും ആ കൊച്ചും കൂടെ ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. എന്നെ ഞാൻ ഡ്രൈവറായിട്ട് വിളിച്ചേക്കുന്നേ. എന്നിട്ട് ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് അലീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിടാനായിട്ടാ കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞു. എന്നിട്ട് പേടിക്കണ്ട, അതേടെ ഒരു കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇന്ന് കൂടെ നിൽക്കാവോ? പണിവാളി കൈ കുടുംബം കൈക്ക് എന്താവും ദേവമ്പരാൻ അറിയാം കേട്ടോ. അൽഫിയ കേക്കാം പറഞ്ഞ സാർ. ഹലോ അതിന് നേരത്തെ നിനക്കൊക്കെ വയ്യടാ, സാറൊക്കെ വയ്യേ. പാപ്പൻ വന്നില്ല, അല്ല പാപ്പനെ പറഞ്ഞതായിരുന്നു കൂടെ. അപ്പം ബെസ്റ്റാ. നീ വാ, അവരവിടെ സംസാരിക്കും, ഇനി ഇങ്ങോട്ട് മാറിയിരിക്കും. സാറേ ഞാൻ മിക്കവാറും ഇപ്പൊ ചാവുവാണെങ്കിലേ എനിക്ക് നല്ല ഒന്നാന്തര പെട്ടിയും എല്ലാം ഒന്ന് ഓർഡർ ചെയ്തേക്കെ. പാപ്പൻ തന്നോളും പൈസ ഒക്കെ കേട്ടോ. എന്നുവെച്ചാ അലീന മേഡം ബാസി സാറും കൂടെ സംസാരിച്ചിട്ട് വരുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് സമ്മാനമായിട്ട് ചാവായിരിക്കും. ചെറുതായിട്ട് അവരൊന്നും ചേർക്കാൻ നോക്കിയതാ, പക്ഷെ പണി പണിയോ ഉണ്ടാവില്ല. അതാ കൊറേ ദിവസം കൊണ്ട് ചേർക്കാൻ ഞാൻ ഒപ്പിച്ചോണ്ടിരിക്കുക. ഇത് ഇതുവരെ വന്ന് കഴിഞ്ഞില്ല ഞങ്ങളത്. ഞാൻ ബാസി സാറിന് വേറെ ആലോചന വന്നെന്ന് വരെ പറഞ്ഞ് നോക്കി, ഉറ പറയുന്ന നടത്തി കൊടുക്കാന്ന്. ഇപ്പൊ മേഡം നമുക്കത് മുടക്കാന്നൊക്കെ പറഞ്ഞ് പുറമെ പറയാം, നടത്തി കൊടുക്കാം. എന്ത് പറയുന്നത്? എന്ത് വേണമെങ്കിലും ഇവിടെ നടക്കാം. ഇത് വല്ലാത്ത സാധന, ഭയങ്കര ഒന്നുമില്ല. 18ാമത്തെ അടവ് ഇറക്കണം. നല്ല സെറ്റാവൂ. എവിടെ പോടാ, ഭൂമി വിളിച്ചടിയിൽ പോയോ രണ്ടു? അങ്ങോട്ട് പോണം, പോയി പണി വാങ്ങിക്കണം. ഞാൻ ലോങ്ങിന്ന് അറിയാം. ഇതിനെ പിടിച്ചു മാറ്റ്, ഇതിനെ ചങ്ങലക്ക് എന്നെ കൊല്ലും. ആ
ഓക്കെ 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 ഓക്കെ. അതന്നെ ഓക്കെ 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 കാണാം കാണാം. ഞാനല്ല പറഞ്ഞേ, മേഡം പറഞ്ഞ രീതിക്ക് പറയാം, ഒരുമാതിരി മറ്റെന്തോ രീതി പറയല്ലേ. ഞാൻ പറഞ്ഞ രീതി വേറെയാ, മേഡം പറഞ്ഞ രീതി വേറെയാ. അല്ല ഇപ്പൊ ബാസി സാറിനോട് മേഡം പറഞ്ഞ രീതി വേറെ, ഞാൻ പറഞ്ഞ രീതി വേറെ. സാറേ ഞാനാ നഞ്ചപ്പനാ. കൊച്ച് അത്രയും ധൈര്യം പിടിച്ച് കൊച്ചോട്ടോ കിട്ടിയില്ല. അപ്പൊ സാറിന് ഇഷ്ടപ്പെടുത്തില്ല ഒരു കൊച്ചു. എന്നെ ജീപ്പേ കാണിച്ചാർന്നോ? എന്റെ പൊന്ന് പൊട്ട ബാസിങ് വന്നേ. ഇങ്ങോട്ട് വരാവോ? ആ കേക്കാലോ. മേഡം പോവാൻ തോന്നുന്നു, വയ്യാൻ തോന്നുന്നു. മേഡം വിഷമിച്ചു. മേഡം മേഡം ഓക്കെ. മേഡം ഞാൻ മേഡത്തിനോട് പറഞ്ഞ ടോണും മേഡം ബാസാറിനോട് പറഞ്ഞ ടോണും വേറെ ആയിപ്പോയി. അതാണ് ബാസാറിന് പറഞ്ഞത്. മേഡം ഞാൻ മേഡത്തിന് എന്താ പറഞ്ഞു, ആരോട് പറയില്ലെന്ന് എന്നോട് പറഞ്ഞ കാര്യ. ഉറപ്പ് ചോദിക്കണോ? എന്നോട് ആരോടും പറയുന്നത് ഞങ്ങൾക്ക് 3 പേർക്ക് അറിയാമായിരിക്കും, മേഡം അങ്ങനെ അറിയുന്നേ. പിന്നെ കോമി ആ ബ്രോ, ആ പറഞ്ഞ പെട്ടി റെഡിയാക്കി വെച്ചോ. മിക്കവാറും ഞാൻ തന്നെ എടുത്ത് ഇയാളെ എവിടെയെങ്കിലും അത് പേടിക്കണ്ട കുറച്ചു നേരം ബാസിലാർ ഓട്ടോമാറ്റിക് ഇവിടെ എത്തിക്കോളൂ. മേഡം കുറച്ചേരം കൂടെ ഇരുന്നായി. മേഡം ഒന്ന് ഡ്യൂട്ടി കയറാവോ? കുറച്ച് നേരം ഡ്യൂട്ടി കയറാവോ? ഞാൻ ഡ്യൂട്ടി കയറാൻ സെറ്റാണ്. ആ അതാ അതാ എനിക്കൊരു മിനിറ്റ്. ഭയങ്കര ചൂടായി. ഒരു മിനിറ്റ് ഒന്ന് തപ്പിക്കട്ടെ. ഹലോ ഹലോ, ഇപ്പൊ സെറ്റായോ മാം?
ഇച്ചിരി കൂളറിന്റെ ഫ്രണ്ടിൽ തണുപ്പിച്ചിട്ട് ബാസി സാറ് കുറച്ച് എനിക്ക് വലിയ പേടിക്കണ്ട. ബാസി സാർ പോയി എവിടെ വരെ പോകും അതൊന്നും പറ. ബാസി സാറിന്റെ ലോകം മേടവാ. മേടം എവിടെ ഉണ്ടെങ്കിൽ കറങ്ങി കറങ്ങി സാറ് കൊട്ടാൻ സേഫ്. ഓർമ്മ ഇവിടെ വിഷമിച്ചോട്ട് പോയിട്ടുണ്ട്. അതിനെ നോക്കി പോവായിരിക്കും. ആ കോഴിയെ പിടിച്ചാലും കറി വെക്കില്ലേ?